ഉയർപ്പ് പെരുന്നാൾ ആഘോഷത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിന് തൊട്ടു മുൻപായി കർത്താവിന്റെ മഹത്വപരമായ യെരുശലേം ദേവാലയത്തിലേക്കുള്ള എഴുന്നള്ളത്തിന്റെ ആ സംഭവം അനുസ്മരിക്കുകയും അതിനെ അതിന്റെ ഭാഗഭാഗത്ത് വഹിക്കാൻ തക്കവണ്ണം അത് ശുശ്രൂഷയായി ആഘോഷിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് ഈ സന്ദർഭം. കർത്താവിന്റെ യെരുശലേമിലേക്കുള്ള ഈ ആഘോഷപരമായ കടന്നുവരവ് നമ്മെ ഓർപ്പിക്കുന്ന ധാരാളം പാഠങ്ങളുണ്ട്. ഇവിടെ യേശു തമ്പുരാൻ സമസ്ത ലോകത്തിന്റെ സൃഷ്ടാവായ താൻ പ്രകൃതിയുടെ മധ്യത്തിൽ നിന്ന് മനുഷ്യ ഹൃദയങ്ങളിലേക്കുള്ള ഒരു എഴുന്നള്ളത്തായിട്ടാണ് നാം ഈ ആഘോഷത്തെ കാണേണ്ടത്. അന്ന് യെരുശലേം ദേവാലയത്തിലേക്കാണ് പ്രവേശിച്ചതെങ്കിൽ ഇന്ന് ആ ദേവാലയം നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ ആനയിക്കുന്ന എഴുന്നള്ളിക്കുന്ന ദിവസമായി, ഒരു സന്ദർഭമായി, നിമിഷമായി ഈ സന്ദർഭം തീരുമ്പോഴാണ് നമ്മുടെ പെരുന്നാൾ ആഘോഷത്തിൽ അർത്ഥപൂർണമായി തീരുന്നത് എന്ന് നാം പ്രത്യേകം ഓർക്കണം. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്ക എന്നാണ്. പെസഹ പെരുന്നാൾ ആഘോഷം നമ്മൾ അനുഷ്ഠിച്ചപ്പോൾ ലോകത്തെ പോഷിപ്പിക്കുന്ന സർവ ജലസ്രോതസ്സുകളെയും വാഴ്ത്തി അനുഗ്രഹിച്ച ഒരു ദിവസമായി. എന്നാൽ ഓശാന ദിവസം എല്ലാ വൃക്ഷലതാദികളെയും വാഴ്ത്തി അനുഗ്രഹിക്കുന്ന ദിവസമാണ്. പ്രകൃതിയുടെ പോഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ട ദിവസം കൂടിയാണ്. ഇവിടെ യേശുവിന്റെ യെരുശലേമിലേക്കുള്ള എഴുന്നള്ളത്ത് നാം മനസ്സിലാക്കുമ്പോൾ നിലവിലിരുന്ന സർവ ഘടനകളെയും വ്യവസ്ഥകളെയും മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു എഴുന്നള്ളത്താണ് യേശുവിന്റെ ഈ എഴുന്നള്ളത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. പ്രധാനമായി രണ്ട് കാര്യങ്ങൾ ഓർക്കാനുള്ളത്. ഒന്ന്, ഇതുപോലെയുള്ള ആഘോഷപരമായ എഴുന്നള്ളത്ത് കുതിരയുടെ പുറത്ത് ആകുമ്പോൾ യേശു കഴുതയുടെ പുറത്താണ് എഴുന്നള്ളി വരുന്നത്. രണ്ട്, ഇതുപോലെയുള്ള ആഘോഷങ്ങളിൽ അന്നത്തെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് കുട്ടികൾക്ക് വലിയ പ്രാതിനിധ്യം ഇല്ലായിരുന്നു. എന്നാൽ ഇവിടെ വളരെയധികം ഇതിനെ ആഘോഷമായിട്ട് അനുഷ്ഠിക്കുന്നത് കുട്ടികളുടെ അവരുടെ പങ്കാളിത്തത്തിലൂടെയാണ്. അങ്ങനെ അന്നുണ്ടായിരുന്ന വ്യവസ്ഥകളെ തൂത്തുമാറ്റിക്കൊണ്ട് വലിയൊരു വിപ്ലവാത്മകമായ വ്യതിയാനം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം നാന്ദി കുറിച്ചുകൊണ്ടുള്ള എഴുന്നള്ളത്താണ് യേശുവിന്റെ ഇവിടേക്കുള്ള യെരുശലേം ദേവാലയത്തിലേക്കുള്ള എഴുന്നള്ളത്ത്. ഈ എഴുന്നള്ളത്ത് നമ്മെ ഓർപ്പിക്കുന്ന വലിയൊരു സംഗതി കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ സൂചിപ്പിക്കുന്ന ഒരു എഴുന്നള്ളത്തായിട്ടാണ് ഇതിനെ നാം കാണുന്നത്. വെളിപാട് പുസ്തകത്തിൽ 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കുരുത്തോല പിടിച്ച് വിശുദ്ധന്മാരുടെ ഗണം വെള്ളനിലയൊക്കെ അണിഞ്ഞുകൊണ്ട് കുഞ്ഞാടിന് മുൻപാകെ നിൽക്കുന്നത്. ഇത് നമുക്കുണ്ടാകാൻ ഇരിക്കുന്ന ആ വലിയ പ്രതീക്ഷയെ കുറിച്ചുള്ള അനുസ്മരണയാണ്. അതുകൊണ്ട് യേശുവിന്റെ ഈ യെരുശലേമിലേക്കുള്ള എഴുന്നള്ളത്തിന്റെ ഓശാന ദിവസം യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ഒരു അനുസ്മരണ കൂടിയാണെന്നുള്ളത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഈ ദിവസം നടക്കുന്ന വലിയൊരു സംഭവം എന്ന് പറയുന്നത് ദേവാലയ ശുദ്ധീകരണമാണ്. ആ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് അത് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം അടിച്ചു പുറത്താക്കി, പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം അടിച്ചു പുറത്താക്കി. കർത്താവ് പറയുന്നുണ്ട്, എന്റെ പിതാവിന്റെ ആലയം പ്രാർത്ഥനാലയമാണ്, ഇത് കള്ളന്മാരെ ഗുഹയാക്കി തീർക്കരുതെന്ന് കർത്താവ് അവിടെ പ്രഖ്യാപിക്കുന്നു. ഇതുപോലെ നമ്മുടെ ഹൃദയവും വിശുദ്ധീകരിക്കപ്പെടേണ്ട, നിർമ്മലീകരിക്കപ്പെടേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഈ പെരുന്നാൾ ദിവസം എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത്. രാജാതി രാജാവായി കർത്താതി കർത്താവായി യേശു എഴുന്നള്ളി വരുന്നു. സക്രിയ പ്രവാചക പുസ്തകം 9-ാം അധ്യായം 9-ാം ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ നിന്റെ രാജാവിന്റെ അടിയിൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതി കുട്ടിയുടെ പുറത്തും കയറി വരുന്നു എന്ന് നാം വായിക്കും. യേശു രാജാതി രാജാവാണ്. ഏതെല്ലാം നിലയിൽ അവൻ രാജാവാണ്? He was the king of justice. അവൻ നീതിയുടെ രാജാവാണ്. അപ്പൊ 41-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവന്റെ നീതിയുള്ള വലങ്കൈ നിന്നെ താങ്ങും എന്ന്. നീതി നടപ്പാക്കുന്ന നീതിയുടെ രാജാവാണ് യേശു മശീഹ. രണ്ടാമത്, he was the king of victorious king. ജയാളിയായ രാജാവാണ്. എങ്ങനെയാണ് ജയാളിയായത്? സാത്താനെയും പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തിയ വ്യക്തിയാണ്. ലോക ചരിത്രത്തിൽ ഇപ്രകാരം വിജയം കൊണ്ട ഒരു വ്യക്തിയെ കുറിച്ച് കുറിച്ചിട്ടില്ല.
യേശു മാത്രമേ സാത്താനെ തോൽപ്പിച്ചിട്ടുള്ളൂ, പാപത്തെ തോൽപ്പിച്ചിട്ടുള്ളൂ, മരണത്തെ തോൽപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ സാത്താനെയും പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് വിജയവൈദ്യം ആഘോഷിച്ച വലിയ രാജാവാണ് യേശു തമ്പുരാൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമതായി he was the king of humility. അവൻ താഴ്മയുടെ രാജാവാണ്. ലോക ചരിത്രത്തിൽ ഇന്ന് വരെയും ഇപ്രകാരം താഴ്മ ധരിച്ച ഒരു വ്യക്തിയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. സ്വർഗാദി സ്വർഗങ്ങൾക്ക് രാജാവായിരിക്കെ എല്ലാ ആധിപത്യങ്ങളും വിട്ട് എല്ലാ മഹിമകളും വിട്ടിട്ട് ഒരു മനുഷ്യനായി ദാസനായി ലോകത്തിലേക്ക് വന്ന യേശുവിന്റെ എളിമയുടെയും താഴ്മയുടെയും ചരിത്രം അത്ഭുതീയമായ ചരിത്രമാണ്. അപ്രകാരം താഴ്മയുടെ രാജപാത സ്വീകരിക്കേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ച് യുഗായുഗങ്ങളായി വരുന്ന മാനവ സമൂഹത്തോട് മുഴുവൻ പ്രഖ്യാപിക്കുന്നത് ഒരു ദിവസം കൂടിയാണ് ഇന്നേ ദിവസം എന്ന് പറയുന്നത്. കാരണം മഹാനായ വ്യക്തികൾ പറയുന്നുണ്ട്, ഹ്യൂമിലിറ്റി ഈസ് ദ ജം കാസ്കറ്റ് ഓഫ് ഓൾ ദ വെർച്യൂസ്. എല്ലാ മൂല്യങ്ങളുടെയും മുത്തുച്ചെപ്പ് എന്ന് പറയുന്നത്, റാണി എന്ന് പറയുന്നത് താഴ്മയാണ്. എവിടെ താഴ്മയുണ്ടോ അവിടെ എല്ലാ ജീവിത സുഹൃതങ്ങളുമുണ്ട്, എല്ലാ മൂല്യങ്ങളുമുണ്ട്. എവിടെ താഴ്മയില്ലയോ അവിടെ യാതൊരു സുഹൃതവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് താഴ്മ ധരിക്കുന്നവരിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുന്നത്, ജീവിത മൂല്യങ്ങളുള്ളത്, ആത്മീയ മൂല്യങ്ങൾ കൈപിടിപ്പിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് താഴ്മയുള്ള രാജാവിനെ ഇന്ന് അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ താഴ്മയുടെ അനിവാര്യത എത്രമാത്രമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാലാമതായി he was the prince of peace. സമാധാനത്തിന്റെ രാജാവാണ് നമ്മുടെ യേശു തമ്പുരാൻ. സമാധാന ചിഹ്നമാണ് കഴുതി എന്ന് പറയുന്നത്. കർത്താവ് പറയുന്നുണ്ടല്ലോ, എന്റെ സമാധാനം ഞങ്ങൾ തരുന്ന ലോകം തരുന്നത് പോലെയല്ല എന്ന്. ആ ദിവ്യമായ സമാധാനം നമ്മളിലേക്ക് വരണമെങ്കിൽ യേശു നമ്മുടെ ഉള്ളിൽ വന്നുവെങ്കിൽ മാത്രമേ സാധിക്കൂ. ഈ കർത്താവായ ഈ മോശാന പെരുന്നാൾ ദിവസം, തന്റെ എണ്ണത്തിന്റെ ഈ ദിവസം കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്. ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് പറയുന്നുണ്ട്, ലൂക്കോസ് 10:31, ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിനെ അതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുകയും കഴുതയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. അവിടെ ആരെങ്കിലും ഇതിനെ വിരുദ്ധമായി പറയുന്നെങ്കിൽ അവരോട് പറയണം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. ആ കഴുതയെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയാണ്. ആരും ഇതുവരെയും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഴുതയെ ഹീനമായിട്ട് നമ്മൾ കരുതെങ്കിലും ആ ഒരു ജീവിതത്തിന്റെ നല്ല ശൈലി യേശു തമ്പുരാൻ മാത്രം ഇറങ്ങി കയറി വസിക്കാൻ തക്കവണ്ണം വിട്ടുകൊടുത്ത ഒരു കഴുത. നമ്മുടെ ജീവിതത്തിൽ യേശുവിന് മാത്രം സ്ഥാനം കൊടുക്കാൻ തക്കവണ്ണം വിട്ടുകൊടുക്കുമോ എന്നുള്ളത് ചിന്തനീയമായ വസ്തുതയാണ്. നമ്മുടെ ഹൃദയം യേശുവിനായി വിട്ടുകൊടുക്കുമോ? മറ്റു പലതും വാസം ചെയ്യുന്ന ഒരു സ്ഥലമായി ഒരിടമായി ഹൃദയം തീരുമ്പോൾ യേശു അകന്നു നിൽക്കുന്നു. എന്നാൽ അകത്തുള്ളതിനെ പുറത്താക്കി യേശുവിന് സ്ഥാനം കൊടുക്കുമ്പോൾ നാം ദൈവികരായി പരിണമിക്കുന്നു. ആ ദൈവിക പരിണാമത്തിലേക്കുള്ള നടപടികളായി ഈ പെരുന്നാളാഘോഷമായി തീർന്നെങ്കിൽ കൊള്ളാമായിരുന്നു. രണ്ടാമത്, ഈ കഴുതയെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു, കെട്ടപ്പെട്ട കഴുതയാണ്. നമ്മളൊക്കെ ലോകത്തിൽ നമ്മുടെ മോഹങ്ങളും നമ്മുടെ സ്വാർത്ഥതകളും നമ്മുടെ താല്പര്യങ്ങളും നിമിത്തമായി ലോകത്തിൽ കെട്ടപ്പെട്ടവരാണ്, പാപവാസങ്ങളാൽ കെട്ടപ്പെട്ടവരാണ്. ഇങ്ങനെ കെട്ടപ്പെട്ട ഒരു ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ യേശുവിന് കയറിയിരിക്കുവാൻ, യേശുവിന് യാത്ര ചെയ്യുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് യേശുവിന് കയറിയിരിക്കണമെങ്കിൽ കെട്ടുപാടുകളെല്ലാം അഴിച്ചുപോയെങ്കിൽ മാത്രമേ, പാപത്തിന്റെ കെട്ടുപാടുകൾ അഴിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുപോലെ ഹീനമായ ഒരു മൃഗമാണ് ഈ കഴുത എന്ന് പറയുന്നത്. പക്ഷെ അത് മാനമുള്ള കഴുതയായി തീർന്നു യേശു കയറിയപ്പോൾ. യേശു നമ്മളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ മാറ്റമാണിത്. നമുക്ക് കഴിവുകൾ കുറവായിരിക്കാം, നമുക്ക് ജീവിതത്തിൽ വലിയ ചേർച്ചകളും മേന്മകളില്ലായിരിക്കാം, വലിയ മൂല്യവത്തായ ജീവിതം നയിക്കാൻ കഴിയാതെ പോയിരിക്കാം. പക്ഷേ ഹീനമെന്ന് കരുതുന്ന മൃഗത്തെ മാനമുള്ളതാക്കി തീർക്കാൻ തക്കോളം സാധിച്ചത് യേശുവിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് വരുന്നുവെങ്കിൽ നമ്മുടെ കഴിവുകേടുകളെയും നമ്മുടെ ഹീനതകളെയും മാറ്റി മാനമുള്ള നല്ല മനുഷ്യത്വമുള്ളവരായി നമ്മെ പരിണമിപ്പിക്കും, രൂപാന്തരപ്പെടുത്തുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ കർത്തൃസ്ഥലത്തിലേക്ക് വരുവാൻ തക്കോണം നമുക്കിടയായി തീരട്ടെ. ഇന്നത്തെ പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്ന് പറയുന്നത് കുരുത്തോല വാഴ്വിന്റെ ശുശ്രൂഷയാണ്. ഏതാണ്ട് 6-ാം നൂറ്റാണ്ടോടുകൂടിയാണ് കുരുത്തോല ശുശ്രൂഷയുടെ വാഴ്വ് ശുശ്രൂഷ ആരംഭിച്ചിട്ടുള്ളത്. എന്താണ് കുരുത്തോല പ്രതീകാത്മകമായി ഓർപ്പിക്കുന്നത്? ഒന്നാമതായി, കുരുത്തോല രക്തസാക്ഷികളുടെ അടയാളമാണ്. മുമ്പേ ഞാൻ വെളിപാട് പുസ്തകത്തിലെ കാര്യം ഓർപ്പിച്ചില്ല. കുരുത്തോല പിടിച്ചുകൊണ്ട് വെള്ളനിലയിലേക്ക് അണിഞ്ഞ് കുഞ്ഞാടിന് മുൻപാൻ നിൽക്കുന്ന രക്ഷിതഗണങ്ങളെ കുറിച്ച് ഓർമ്മിക്കുകയുണ്ടായി. രക്തസാക്ഷികളുടെ അടയാളമായിട്ടാണ് കുരുത്തോലയെ കാണുന്നത്. ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത് ഈ കുരുത്തോല വാഴ്വിന്റെയും നാം പിടിച്ചുകൊണ്ട് പ്രദേശമൊക്കെ ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി സ്വയം ത്യാഗം സഹിച്ച രക്തസാക്ഷികളെ അനുസ്മരിക്കുകയും
ആ ത്യാഗ മനോഭാവത്തോട് അനുരൂപപ്പെട്ടുകൊണ്ട് നമുക്കും യേശുവിന് വേണ്ടി അല്പം ത്യാഗം സഹിക്കാൻ തക്കവണ്ണം കഴിയണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് വരുവാൻ നമുക്ക് ഈ പെരുന്നാൾ ആഘോഷം ഇടയായി തീരണം എന്നുള്ളതാണ്. രണ്ടാമതായി കർത്താവിന്റെ കുരിശുമരണത്തിന്റെയും തിന്മയുടെ മേലുള്ള വിജയത്തിന്റെയും ഒരു പ്രതീകമായിട്ടാണ് കുരുത്തോലെ കാണുന്നത്. യേശുവിന്റെ കാൽവരി ക്രൂശും അതിലൂടെ തിന്മയുടെ ശക്തിയെ പരാജയപ്പെടുത്തിയ വിജയകരമായ ജീവിതവും ഒക്കെ ഈ കുരുത്തോല ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടതാണ്. മാത്രമല്ല, തിന്മയെക്കുള്ള മേലുള്ള രക്തസാക്ഷിയുടെ വിജയമായിട്ട് ഇതിനെ നാം കാണുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിന് എതിരെ നിലപാടുകൾ സ്വീകരിച്ചവർക്ക് എതിരെ നിന്ന് കർത്താവിന് വേണ്ടി പടമൊരുത്തിയ രക്തസാക്ഷികളുടെ ആ വലിയ വിജയ ജീവിതത്തിന്റെ ആഘോഷമാണ് കുരുത്തോല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് നാം പ്രത്യേകം ഓർക്കുക. മാത്രമല്ല, യേശു ക്രിസ്തുവിനെ മുൻപാകെ കുരുത്തോല പിടിച്ചു നിൽക്കുന്ന വിശുദ്ധ ഗണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അത്യപൂർവമായ ഒരു സന്ദർഭം കൂടിയാണ് ഈ സന്ദർഭം എന്ന് ഓർത്തുകൊണ്ട് വിശുദ്ധ ഗണങ്ങൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അവരോട് കൂടെ നിന്നുകൊണ്ട് നാം കുരുത്തോല പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയാണെന്ന് ഓർത്ത് ആ മഹത്തായ ആ സന്ദർഭത്തിന് നാം സാക്ഷ്യം വഹിക്കുന്നു എന്നുകൂടി നാം പുറപ്പെട്ടതായി. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ഈ ഓശാന പെരുന്നാളിൽ കർത്താവായ യേശു തമ്പുരാൻ യെരൂശലേമിലേക്ക് പോയെങ്കിൽ യേശുവേ, നീ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. കുരുത്തോല പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സംബന്ധിക്കുമ്പോൾ രക്തസാക്ഷികളോടൊപ്പം ആയിത്തീരുന്ന അനുഭവത്തിൽ കർത്താവെ, നിനക്ക് വേണ്ടി അർത്ഥമെങ്കിലും ത്യാഗം ചെയ്യിപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ മഹത്വപൂർണ്ണമായിരിക്കുന്ന ഈ അനുഷ്ഠാനം നമ്മുടെ ജീവിതത്തിലെ ആത്മീയ അനുഭവത്തിന്റെ വേലിയേറ്റം ഉണ്ടാക്കുന്ന ദിവസമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.